ഓണം എക്സാം അവസാനിച്ചു, ഇനി എന്ത് ചെയ്യണം, ഇനി എങ്ങനെ പഠിക്കണം, ആ ഒരു സംശയം പല കുട്ടികൾക്കും ഉണ്ട്. അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അത് മാത്രമല്ല, ഓണം എക്സാമിന് നിങ്ങൾ ചെയ്ത ചില മിസ്റ്റേക്കുകൾ, ആ മിസ്റ്റേക്കുകൾ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്രിസ്മസ് ആൻഡ് പബ്ലിക് ആൻഡ് മോഡൽ എക്സാംസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. വെൽക്കം ടു എജ്യൂപോർട്ട് +2, ഇറ്റ്സ് മീ നാഫി. അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ആൻഡ് 2-3 കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് ഏതൊക്കെ എക്സാം ആയിരുന്നു ടഫ് ആയിട്ടുണ്ടായിരുന്നത്, ഏതൊക്കെ എക്സാം ആണ് ഈസി ആയിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ 2-3 കാര്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾ ഓണം എക്സാം സമയത്ത് ചെയ്ത ചില മിസ്റ്റേക്കുകൾ ഞാനിവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ഒന്ന്, എക്സാമിൻ്റെ അവസാന നിമിഷമാണ് നിങ്ങൾ പഠിച്ചത്, ശരിയല്ലേ? ആണോ? ഒന്ന് കമൻറ്റ് ടൈപ്പ് ചെയ്യണേ. എക്സാമിൻ്റെ അവസാന നിമിഷമാണ് പഠിച്ചത് അല്ലേ? ആൻഡ് പഠിച്ചില്ല എന്ന് മാത്രമല്ല, ലാസ്റ്റ് ടൈം പഠിച്ചു എന്ന് മാത്രമല്ല, നിങ്ങളത് റിവൈസ് ചെയ്തില്ല. നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക, പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. അതായത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ എന്ത് ചോദിക്കാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ, ടെക്സ്റ്റ് ബുക്കിൽ ഏത് കോൺസെപ്റ്റ് വെച്ചിട്ട്, ഏത് കോണ്ടന്റ് വെച്ചിട്ട് തിരിച്ചും മറിച്ചും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ടെക്സ്റ്റ് ബുക്കിലെ കോൺസെപ്റ്റ് അഥവാ ടെക്സ്റ്റ് ബുക്കിലെ കോണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ആക്കി മിടുക്കികളുമായി പഠിച്ചു വെക്കണം. നിങ്ങൾ പഠിച്ചിരുന്നോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ആൻഡ് ആ ഒരു കോൺസെപ്റ്റ് ഞാൻ കൊണ്ട് നന്നായിട്ട് പഠിച്ചു എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കാം. ഈ 4 മിസ്റ്റേക്കിൽ എത്ര മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. മെജോറിറ്റി ആളുകളും ഇതിലെ പല മിസ്റ്റേക്കുകളും ചെയ്തുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഓണം എക്സാം ടഫായിരുന്നു അല്ലേ? സത്യം അതല്ലേ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഓണം എക്സാം എന്തായിരുന്നു? ടഫായിരുന്നു. അപ്പോൾ ഈ ഓണം എക്സാം ടഫാണ് റീസൺ ഒന്ന്, ഞാനൊക്കെ ആവർത്തിച്ച് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവസാനത്തെ ഒരു 100 റീലിൽ ഒരു 50 റീൽ എടുത്താൽ ആ റീലിൽ ഞാൻ പറഞ്ഞൊരു മെയിൻ പോയിന്റ് ഉണ്ട്. ഡെയിലി പഠിക്കണം. ഡെയിലി വെച്ചാൽ ശനി ഞായർ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും വീക്കിലി 5 ഡേയ്സ് ഡെയിലി 3 ഹവേഴ്സ് വെച്ച് പഠിക്കണം. പഠിക്കുന്ന കാര്യം റിവൈസ് ചെയ്യണം, പഠിക്കണം, റിവൈസ് ചെയ്യണം, പഠിക്കണം, റിവൈസ് ചെയ്യണം, പഠിക്കണം, റിവൈസ് ചെയ്യണം, പഠിക്കണം, റിവൈസ് ചെയ്യണം എന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ. എന്നിട്ട് നിങ്ങൾ പഠിച്ചോ മക്കളെ? എന്നിട്ട് നിങ്ങൾ പഠിച്ചോ? ഇല്ലല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ല. പഠിച്ചവരുണ്ടാവും, പഠിച്ചവർക്ക് എക്സാം ഈസി ആയിട്ടുണ്ട്. പക്ഷേ പല ആളുകളും പഠിച്ചിട്ടില്ല. എല്ലാം എന്ത് ചെയ്തു, അവസാന നിമിഷത്തേക്ക് ലാസ്റ്റിലേക്ക് മാറ്റിവെച്ചു. ആ കാരണം കൊണ്ട് തന്നെ നിങ്ങളിൽ പലർക്കും ഓണം എക്സാം ടഫായി. ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം, പബ്ലിക് എക്സാം, അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ മിസ്റ്റേക്ക് ചെയ്യരുത്. ഇനി മുതൽ അങ്ങോട്ടേക്ക് ഓണത്തിൻ്റെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട്, ഓണാഘോഷങ്ങൾ കഴിഞ്ഞിട്ട് വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന അന്ന് മുതൽ നിങ്ങളൊരു പുതിയ മനുഷ്യനാണ്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? വീക്കിലി 5 ഡേയ്സ്, ആഴ്ചയിൽ 5 ദിവസം ഡെയിലി 3 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാൻ തയ്യാറാണ്. പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്ന കാര്യം റിവൈസ് ചെയ്യണം. വെറുതെ പഠിച്ചാൽ മതിയോ? പോരാ, ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിക്കണം. അപ്പോൾ ചോദിക്കും, സാറേ ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിക്കാനോ? സമയം നമ്മുടെ മുന്നിലുണ്ട് കേട്ടോ. നമ്മുടെ മുന്നിൽ ഇനിയും എന്തുണ്ട്? സമയമുണ്ട്. പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. നമ്മുടെ മുന്നിൽ സമയമുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വേണം. പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. നമ്മുടെ മുന്നിൽ സമയമുണ്ടെന്ന് റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി പഠിക്കാൻ തയ്യാറാവുക. ഡെയിലി ഒരു 3 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. ടെക്സ്റ്റ് ബുക്ക് മൊത്തം റെഫർ ചെയ്യണം. കാരണം ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ കോൺസെപ്റ്റും മുഴുവൻ കോണ്ടന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അത് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ ആ കോൺസെപ്റ്റും ആ കോണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ആക്കി വെക്കണം. അപ്പം നന്നായി, അടിപൊളിയായി, സൂപ്പറായി, ഉഷാറായി, അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ സെറ്റ് ആവട്ടെ. അപ്പോൾ ഈ മുതൽ എക്സാമിന് തലേന്നോ, എക്സാം 2 ദിവസം മുന്നേ പഠിച്ച മാർക്ക് കിട്ടില്ല. റിയാലിറ്റി അതാണ്. എക്സാമിന് തലേന്നോ, എക്സാമിന് 2 ദിവസം മുന്നെയോ പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോകുന്നില്ല, മികച്ച മാർക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് മികച്ച മാർക്ക് കിട്ടണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം, റിവൈസ് ചെയ്ത് പഠിക്കണം, ടെക്സ്റ്റ് ബുക്കിലെ കോൺസെപ്റ്റും കോണം നോക്കി പഠിക്കണം. അതിൻ്റെ കൂടെ PYQs കൂടി റെഫർ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് കിട്ടും. ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എജ്യൂപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഉണ്ട്. ജോയിൻ ചെയ്യാനുള്ള ഒരു ഫോം നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ക്ലിക്ക് ചെയ്യുക. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട മോറൽ സപ്പോർട്ട്, മെൻ്റൽ സപ്പോർട്ട്, നിങ്ങൾക്ക് വേണ്ട റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽസ്, നിങ്ങൾക്ക് ടീച്ചേഴ്സിനോ ഡയറക്റ്റ് ഡൗട്ട് ചോദിക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മൾ എജ്യൂപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ തരുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തു ഒന്ന് മെസ്സേജ് അയച്ചോ. nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തു ഒന്ന് മെസ്സേജ് അയച്ചോ. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ മികച്ച മാർക്ക് കിട്ടൂ, സൂപ്പർ മാർക്ക് കിട്ടൂ, അടിപൊളി മാർക്ക് കിട്ടൂ എന്നൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മിസ്റ്റേക്ക് ഇനി ചെയ്യില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ ഒരു പുതിയ മനുഷ്യനായി ഇനി അങ്ങോട്ടേക്ക് ഓണം വെക്കേഷന് ശേഷം അടിപൊളിയായിട്ട് പഠിക്കാൻ തയ്യാറാവുക. അങ്ങനെ പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങളുണ്ട്. എജ്യൂപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഉണ്ട്. കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ആൻഡ് nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ യൂട്യൂബ് മാത്രം മതി? പോരാ, യൂട്യൂബിലൊക്കെ വളരെ കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടാവുള്ളൂ. വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ നമ്മൾ എവിടെ തരുള്ളൂ,
യൂട്യൂബിലേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ട അടിപൊളി ക്ലാസ്, സൂപ്പർ ക്ലാസ്, എല്ലാ ക്ലാസ്സുകളും കൂടുതലായിട്ട് നമ്മൾ തരിക എവിടെയാണ്? എഡ്യൂപോർട്ടിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മികച്ച മാർക്ക് നേടാൻ പറ്റുള്ളൂ. അതിനുള്ള ഫോം നമ്മൾ കമൻറ്റ് ബോക്സിലുണ്ട്. ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചോ. ഉഷാറായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.